മിക്ക ആളുകളും മൈഗ്രെയിനിനെ പറ്റി കരുതുന്ന 3 കാര്യങ്ങൾ ശരിയാണെന്ന് നോക്കാം. ഒന്ന്, തലേന്റെ സ്കാനിങ്ങിൽ നോർമൽ ആണെങ്കിൽ തലവേദന മൈഗ്രെയിൻ ആണ്. ഒരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ ആയതുകൊണ്ട് സ്കാനിങ്ങിലോ മറ്റ് പരിശോധനയിലോ മൈഗ്രെയിൻ ആണോ എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ടെൻഷൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക് ഇങ്ങനെ സിമിലർ ആയ മറ്റ് പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് ഉണ്ട്. തലവേദനയും മറ്റു ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിശദമായി ചോദിച്ച് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയ കേസ് ഹിസ്റ്ററി നോക്കിയെങ്കിൽ മാത്രമാണ് അവരുടെ കണ്ടീഷൻ കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കാൻ സാധിക്കൂ. 2, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മൈഗ്രെയിൻ തലവേദനയ്ക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ കഴിച്ചാൽ മതി. വേദന സംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ പെയിൻ തൽക്കാലം കുറഞ്ഞേക്കാം. എന്നാൽ റിപ്പീറ്റഡ് ആയി വരുന്ന തലവേദനയ്ക്ക് ഇത്തരം ടാബ്ലറ്റ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഫ്രീക്വന്റ് ആയി ഇതിനേക്കാൾ ശക്തിയേറിയ തലവേദന വരാം. ഇതിനെ മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക് എന്ന് പറയും. സാധാരണ മൈഗ്രെയിനിനേക്കാൾ കൂടുതൽ സിവിയർ ആയ തലവേദന ആയതുകൊണ്ട് നോർമലി നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യില്ല. 3, എല്ലാവരുടെ മൈഗ്രെയിനും ഒരുപോലെയാണ്. തലവേദന എന്നൊരു എലമെന്റ് മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ തലവേദനയുടെ നേച്ചർ, ക്യാരക്ടർ, മറ്റ് സിംറ്റംസ്, ട്രിഗറിങ് ഫാക്ടേഴ്സ്, റിലേറ്റ് ചെയ്യുന്ന മറ്റ് കണ്ടീഷൻസ് ഇതൊക്കെ തന്നെ മൈഗ്രെയിനിൽ ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആണ്. സോ ഒരു പേഷ്യന്റിന് ആവശ്യമായ മെഡിസിൻസോ ട്രീറ്റ്മെന്റ് പ്ലാനോ ആവില്ല വേറൊരാൾക്ക് വേണ്ടത്. റിപ്പീറ്റഡ് ആയി തലവേദന വരുന്നുണ്ടോ എങ്കിൽ കൂടുതൽ ചിന്തിച്ച് സ്വയം എന്തെങ്കിലും മെഡിസിൻസ് ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. ഒരു ഡോക്ടറെ കണ്ട് കറക്റ്റായത് ഡയഗ്നോസ് ചെയ്ത് ശരിയായ ചികിത്സ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക.